ഏറ്റതാണോ? ഇവൾ പലയിടങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കണ്ടിട്ടുണ്ട്. എങ്കിൽ പിന്നെ സംശയിക്കണ്ട, പാപിയാണിവൾ. നീച ജന്മമാണ് ഇവളുടെ കുഞ്ഞ്. ഇവളുടെ കയ്യിലിരിക്കുന്നതും പെൺകുഞ്ഞാണ്. ഇവൾ സംസാരിക്കാൻ കഴിവില്ലാത്തവളാണ്, നിലവിളിക്കാൻ കഴിവില്ലാത്തവൾ. നമ്മുടെ ആൺകുട്ടികളെ ഇവൾ പാപികളാക്കും. ഇവിടെ എന്നല്ല, ഇവളിനി ഒരിടത്തും ജീവിക്കാൻ പാടില്ല. നീ സ്വതന്ത്രയായി സഞ്ചരിക്കുന്നവളാണ്. മാനക്കേടാണ് നീ ഞങ്ങൾക്ക്. ശാപം പിടിച്ചവളെ, അവസാനിക്കണം നീ. വേഷം കൊണ്ടും നിറം കൊണ്ടും അടയാളപ്പെടുത്തിയവൾ, ജന്മസുഹൃതത്തെ നെഞ്ചോട് ചേർത്ത് ജീവിക്കാൻ കൊതിച്ചവൾ, വിഭജിക്കപ്പെട്ട ഈ തെരുവിന്റെ നിശബ്ദതയിൽ തന്റെ പിഞ്ചു പൈതലിനോടൊപ്പം അവൾ ഇല്ലാതായി. ഇതേ നിശബ്ദതയിലല്ലേ ഇഷ്ടഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ നിരപരാധികൾ തെരുവിൽ കൊല്ലപ്പെട്ടത്? ദളിത് പെൺകുഞ്ഞുങ്ങൾ ജീവനോടെ ചുട്ടരിക്കപ്പെട്ടത്? ജാതി പേര് സഹിക്കാനാകാതെ യുവാക്കൾ ആത്മഹത്യ ചെയ്തത്? ഈ നിശബ്ദത ഭേദിച്ചില്ലെങ്കിൽ, വിവേചനത്തിന്റെ മുള്ളുവേലികൾ പിഴുതെറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മക്കളും കൺമുമ്പിൽ മരിക്കുന്നത് കാണേണ്ടി വരും. റബിത, എന്തോ? ആ രാമ, ഇതാ വേലി. നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ള എന്റെയും ചന്ദനക്കുറിയിട്ട നിന്റെയും ഇടയിൽ ഒരു വേലി. എന്താണിടാ പതിവില്ലാതെ തെയ്യത്തിന്റെ ജയിലിൽ ഒരു വരവ്? കൊയ്ത്ത് കഴിഞ്ഞാൽ നാട്ടുവഴികളിലും നടവരമ്പുകളിലും ചിലമ്പണിഞ്ഞ് തെയ്യമായി ഞാൻ വരുമ്പോ ആദ്യം ദക്ഷിണ തരുന്നത് നിങ്ങളാണ്. ഇനിയും ഒന്ന് ഉറഞ്ഞാടി എല്ലാവരെയും തലതൊട്ട് അനുഗ്രഹിക്കാൻ വല്ലാത്ത മോഹമുണ്ടെനിക്ക്. രാമ, ഈ വേലി പിഴുതുമാറ്റി ഇപ്പുറം വന്നാൽ തലപ്പാളിയും തിരുമുടിയും വെച്ച് അരപ്പട്ട കെട്ടി നിന്നെ ഞാൻ കൊണ്ടുപോകാമടാ, വേർതിരിവുകളില്ലാത്ത മനുഷ്യന്മാരുടെ ഇടയിലേക്ക്. റബീത, വേലുകെട്ടും വിവേചനവും ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുമിച്ചിരുന്ന് കഥ പറയുകയും കച്ചവടം നടത്തുകയും ചെയ്തിരുന്ന ഈ തെരുവ് കെട്ടിയടച്ചപ്പോ അപ്പുറത്തായി പോയി നിങ്ങളെയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും എപ്പോഴും നെഞ്ചിലൊരു പൊട്ടൽ തന്നെ കേട്ടോ. എന്തോ ഒരു അകൽച്ച. രാമ, ഞാനൊന്ന് ആഞ്ഞു പിടിച്ചാൽ പൊളിഞ്ഞു വീഴാവുന്നതേ ഉള്ളൂ ഈ വേലിക്കെട്ട്. ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി മയ്യത്തായ ധീരദേശാഭിമാനിയുടെ മകളാണ് ഞാൻ. ആ ബാപ്പ പഠിപ്പിച്ച സാഹോദര്യം കാക്കാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. നിർത്താൻ! ഈ വേലി പൊളിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ഞങ്ങൾ സ്വന്തമാക്കി ഈ തെരുവ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വേലി ഇവിടെ കെട്ടിയിരിക്കുന്നത്. സ്വന്തം സഹോദരങ്ങളെ പോലെ ജീവിച്ച ഞങ്ങളുടെ അടുക്കൽ നിനക്ക് ജന്മം തന്ന അച്ഛന് പോലും എത്താൻ കഴിയാത്തവണ്ണം എന്തിനീ വേലി തീർത്തു? അത് നിങ്ങൾ ചോദ്യം ചെയ്യണ്ട. ഇടാ മോനെ, എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനും ഇടപഴകാനും ഒരുപോലെ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു പൊതു ഇടമാണിത്. അതൊക്കെ പോയില്ലേ? ഇത് വിൽപ്പനയ്ക്ക് വെച്ചിരുന്നപ്പോൾ അവർക്ക് സ്വന്തമാക്കാമായിരുന്നില്ലേ? ജാതി സംഘടനയോടൊപ്പം ചേർന്ന് നിങ്ങളുടെ മുതലാളി തന്ത്രപൂർവ്വം സ്വന്തമാക്കിയതല്ലേ ഈ തെരുവ്? ധീരദേശാഭിമാനി എന്നും സ്വാതന്ത്ര്യ സമര സേനാനി എന്നും അഭിമാനം കൊള്ളുന്ന നിങ്ങളുടെ വാപ്പയുടെ രണസ്മാരകം പോലും ഈ വേലിക്കിപ്പുറത്താണ്. അതായത് ഞങ്ങളുടെ കൈവശം. അതിന് എപ്പോൾ വേണമെങ്കിലും തകർത്തെറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്.
എന്റെ വാപ്പ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മയ്യത്തായതല്ല, ഈ നാടിന് വേണ്ടി പോരാടി മരിച്ചതാണ്. ആ ദേശാഭിമാനിയെ ഓർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പോയി പൊളിച്ചു കളയടാ ആ രണസ്മാരകം. എടാ മോനെ പാർത്ഥ, നിന്റെ അച്ഛന് വഴി നടക്കാനും അമ്മയ്ക്ക് മാറുമറയ്ക്കാനുമുള്ള സ്വാതന്ത്ര്യം കൂടെ നേടിത്തന്നിട്ടാണ് അവരൊക്കെ ധീര രക്തസാക്ഷിത്വം വഹിച്ചത്. അത് ഓർമ്മയുണ്ടായിരിക്കണം. അതൊക്കെ പഴങ്കഥ. ചരിത്രങ്ങളും ചരിത്ര സ്മാരകങ്ങളുമെല്ലാം ഇനി ഞങ്ങൾ ഞങ്ങളുടേത് മാത്രമാക്കി മാറ്റും. ഞങ്ങളുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാത്ത ആരും ഈ മണ്ണിലുണ്ടാകില്ല. ഞങ്ങളെ പോലുള്ളവർക്ക് സ്വന്തം പിതാവിന്റെ രണകുടീരത്തിൽ ഒരു നുള്ളു പൂക്കളിടാൻ പോലും അനുവാദമില്ലാതെ വിലക്കുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. റബിത, നിങ്ങള് വിഷമിക്കണ്ട. മനുഷ്യപക്ഷത്തുള്ളവർ ഒന്നായി നിൽക്കുന്നിടത്തോളം കാലം ഈ മതേതര മണ്ണിൽ ഒരു പോറലേൽപ്പിക്കാൻ ഒരുത്തരെയും അനുവദിക്കില്ല. അങ്ങനെ പറയടാ പൊന്നാങ്ങളെ. ഇനി എന്തിനാടാ നോക്കി നിൽക്കണത്? നെഞ്ചിനും മീതെ കെട്ടിപ്പൊക്കിയ ഈ വിലക്കങ്ങ് മാറ്റടാ. നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്? മറ്റാളുകൾ സ്വന്തമാക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എന്തിന് തള്ളിക്കയറാൻ ശ്രമിക്കുന്നു? നമുക്കുമില്ലേ ആളുകൾ? അവർ ഇതുപോലൊരു സ്ഥലം സ്വന്തമാക്കും. അവിടെ അഭിമാനത്തോടെ നമ്മൾ ജീവിക്കുന്നു. സാഹോദര്യത്തിന്റെ പൊതു ഇടം നിലനിർത്താൻ പോരാടാതെ കെട്ടിയടക്കപ്പെട്ട ഇതുപോലെ മറ്റൊരു സ്ഥലം തേടി നടക്കാൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരക്കുട്ടിയായി നിനക്ക് നാണമില്ലേടാ? റഫീഖേ, ഇതുപോലൊരു സ്ഥലം സ്വന്തമാക്കാമെന്നുള്ള നിന്റെ മോഹമുണ്ടല്ലോ, അത് വെറും സ്വപ്നം മാത്രമായിരിക്കും. ഒരിടത്തും ഞങ്ങൾ അനുവദിക്കില്ല. മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടിയവരിലും ആ ആവേശം നെഞ്ചിലേറ്റിയവരിലും അവസാനത്തെ ആളും ജീവിച്ചിരിക്കുന്നവരെ ഈ മണ്ണിൽ ആരും വർഗീയമായി തിരിഞ്ഞ് ആയുധം വീശില്ല. അതിന് സമ്മതിക്കില്ല. എന്റെ നെഞ്ചിലുറഞ്ഞ ആശയത്തിന് വേണ്ടി എന്തും ചെയ്യാനും ഏതറ്റം വരെ പോകാനും ഞാൻ പഠിക്കില്ല. വർഗീയത മൂത്ത് ഭ്രാന്ത് കയറി ഒരു സഹോദരന്റെ ജീവനെടുക്കാൻ വാളുയർത്തും മുമ്പ് ആദ്യം ഈ ഉമ്മാന്റെ കഴുത്ത് നീ വെട്ടേണ്ടി വരും. എന്റെ മകനോടും എനിക്കിതേ പറയാനുള്ളൂ. വംശീയ വെറിപോണ്ട് നീ ഇറങ്ങിത്തിരിച്ചാൽ ആദ്യം ഈ അച്ഛനോട് ഏറ്റുമുട്ടേണ്ടി വരും. നിന്നെയൊക്കെ തടയാനായില്ലെങ്കിൽ ഈ നാട്ടിൽ ജാതിക്കും മതത്തിനും അപ്പുറം സാഹോദര്യത്തോടെ ജീവിച്ച ഒരാളും ജനിച്ചിട്ടില്ലെന്ന് കരുതിക്കൊള്ളണം. നിങ്ങളൊരു പെണ്ണാണ്. നിങ്ങൾ എന്തിന്റെ പുറപ്പാടാണ്? പെണ്ണിന് എന്താണോ കുഴപ്പം? എന്താണോ പെണ്ണിന് കുഴപ്പം? പെണ്ണിനെന്താണോ കുഴപ്പം? എടാ, പെണ്ണിനെന്താണ് കുഴപ്പം? പെണ്ണിനെന്താ കുഴപ്പം? എന്താ പെണ്ണിന് കുഴപ്പം? പെണ്ണിനെന്താ കുഴപ്പം? പെണ്ണിനെന്താ കുഴപ്പം? പെണ്ണിനെന്താ കുഴപ്പം? പ്രതിഷേധാഗ്നി ജ്വലിപ്പിച്ച് മാററുത്തു വെച്ച നങ്ങേലി പെണ്ണായിരുന്നില്ലേ? കനൽ വഴി താണ്ടിയ മക്കൾ കൊലക്കയർ ഏറ്റുവാങ്ങിയപ്പോൾ സകല നോവുകളും ഉള്ളിലടക്കിപ്പിടിച്ച് അഭിമാന കണ്ണീർ തൂകിയ അമ്മമാർ പെണ്ണായിരുന്നില്ലേ? സ്വന്തമായ ഒരു പിടി മണ്ണിന് വേണ്ടി, തലചായ്ക്കാൻ ഒരു കൂരയ്ക്ക് വേണ്ടി അവകാശ സമരങ്ങളിൽ മുമ്പേ നിന്നത് പെണ്ണായിരുന്നില്ലേ? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഒപ്പം നിൽക്കാൻ പെണ്ണുണ്ടായിരുന്നില്ലേ? രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ വേളയിൽ അവകാശങ്ങൾ പറഞ്ഞുറപ്പിക്കാൻ പെണ്ണുണ്ടായിരുന്നില്ലേ? മറച്ചു പിടിച്ചതുകൊണ്ടും മറവി സംഭവിച്ചതുകൊണ്ടും പെണ്ണ് പെണ്ണല്ലാതാവുമോ?
വരട്ടെ. ഈ തെരുവ് ഞങ്ങളുടെ സ്വന്തമാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് കച്ചവടം ചെയ്താലും എന്തു പരിപാടി അവതരിപ്പിച്ചാലും ഞങ്ങൾക്കൊരു വാടക കിട്ടണം. വരുമാനം കൂടുതൽ കിട്ടിയാൽ അതിന്റെ ലാഭവിഹിതം കൂടി ഞങ്ങൾക്ക് കിട്ടണം. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. അന്ന് പണവും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ആ കാലമൊക്കെ പോയി പെണ്ണേ. ഇത് വിൽപ്പനയുടെയും ലാഭത്തിന്റെയും കാലമാണ്. നല്ല വരുമാനം കിട്ടുമെങ്കിൽ നമുക്ക് കൊടുക്കാടി ഭൈരവി. നീ താളം കൊട്ട്. നിൽക്ക്. കൊട്ടാനൊക്കെ വരട്ടെ. ഒരു എഗ്രിമെന്റ് ഉണ്ട്, അതിലൊന്ന് ഒപ്പിടണം. അയ്യോ നീയല്ല, ഇപ്പോ ഞങ്ങൾ സ്വകാര്യ മുതലാളിമാർ സ്ത്രീകളുടെ പേരിലാണ് കരാർ ഉറപ്പിക്കുന്നത്. അതാണ് വാങ്ങിയെടുക്കാൻ എളുപ്പം. അല്ല, അവർക്കല്ലേ മാനഭയമുള്ളൂ. ഇവൾ ഒപ്പിടണം. ഇല്ല മച്ചാനെ, ഞാൻ ഒപ്പിടൂല. ഭൈരവി, ധൈര്യമായി പോയി ഒപ്പിടൂ. ഞാനല്ലേ കൂടെയുള്ളത്. നമുക്ക് ജീവിക്കണ്ടേ, നമ്മുടെ മക്കളെ പോറ്റണ്ടേ. നാണിക്കണ്ടടി പെണ്ണേ, ഇങ്ങോട്ട് വാ. വിരലടയാളമായാലും മതി. ഇനി ധൈര്യമായി തുടങ്ങിക്കോളൂ. എല്ലാവരും വന്നോളൂ. ഞങ്ങൾ തുടങ്ങാൻ പോകുന്നു. സർക്കസ്. വാ. ആരും വന്നില്ലല്ലോ കളി കാണാൻ. വെറുതെ ദേഹം തല്ലിപ്പൊളിച്ചത് മാത്രം മെച്ചം. മടിക്കാതെ ആട് മച്ചാനെ, നമുക്ക് വേറെ വേല ഒന്നും അറിയില്ലല്ലോ. ഇവിടം കെട്ടിയടച്ചില്ലായിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നേനെ. വാ, നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകാം. നമുക്ക് കുറച്ചു നേരം കൂടി നോക്കിയാലോ, ആരെങ്കിലും ഒക്കെ വരുന്നേ. പിന്നെ ആട്ടം നടന്നാലും ഇല്ലെങ്കിലും എഗ്രിമെന്റ് പ്രകാരം എനിക്ക് കിട്ടേണ്ട പണം കിട്ടണം. അച്ചോ, ഇതെന്താ ഈ പറയുന്നേ? ആട്ടമാടി പണം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മക്കൾ പട്ടിണിയിലുമാവും, ഇവിടെ കടവുമാവും. അതാണ് കാര്യം. ഇത് നിങ്ങളുടെ കുലത്തൊഴിലല്ലേ, ഒരാചാരം പോലെ കൊണ്ടു നടക്കേണ്ടത്. വെറുതെ ദൈവകോപം വരുത്തണ്ട. ഇവിടെ വേറെ എന്തെങ്കിലും പണി കിട്ടുമോ? അത് ചെയ്ത് നിങ്ങളുടെ പണം തരാം. അറിയാവുന്ന പണി ആദ്യം ചെയ്യ്, ബാധ്യത തീർക്ക്. എടി പെണ്ണെ, നിന്റെ പേരിലാണ് കരാർ. അയാൾക്ക് വയ്യെങ്കിൽ നീ തയ്യാറാകുക. സുന്ദരിയായ നിന്റെ മേൽ ചാട്ട വീഴുമ്പോൾ കാണാൻ ജനം കൂടും, പണവും കിട്ടും. അയ്യോ, അവൾക്കിതൊന്നും വശമില്ല. എന്റെ ആട്ടത്തിനൊത്ത് താളം കൊട്ടാനേ ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യ്, ഞാൻ തകില് കൂട്ടാം. നിന്റെ താളത്തിൽ നീ അവളെ ചാട്ടയടിക്കും. വേണ്ട, അവളെ കൊണ്ടത് പറ്റില്ല. ഞാൻ ആടാം മച്ചാനെ, നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. ഇപ്പോൾ ജീവിക്കാനുള്ള മോഹത്തെക്കാൾ വലുതാണ് കടം തീർക്കാനുള്ള പ്രശ്നം. അപ്പോ ഇനി സമയം കളയണ്ട, നമുക്ക് തുടങ്ങാം. ഇപ്പോ പണം കിട്ടിയില്ലേ, സന്തോഷമായില്ലേ? എനിക്കുള്ള പങ്കും കിട്ടി, നിങ്ങൾക്കുള്ള പങ്കും കിട്ടി. സുന്ദരിയായ ഈ പെണ്ണ് ഒത്തിരി വേദന സഹിച്ചാൽ എന്ത്, കുറച്ചൊരു സമാധാനമായില്ലേ? സമാധാനമായി, ரொம்ப സമാധാനമായി. ഇത് കൊള്ളാമല്ലോടി ഭൈരവി. ഇനി ഓരോ തെരുവിലും എന്റെ താളത്തിനൊപ്പം ഇവളാടട്ടെ, അല്ലേ അണ്ണാ? കുടുംബം പോറ്റണ്ടേ, അല്ലേടി ഭൈരവി? കുടുംബം മാത്രം പോറ്റിയാൽ മതിയോ? നമുക്ക് പുരോഗമിക്കണം. നല്ല വീടുണ്ടാകണം, സ്വന്തമായി വാഹനം വേണം, വേണ്ടേ? അല്ല, ഇതുപോലെ വേല ചെയ്ത് ജീവിക്കുന്നവർക്ക് അങ്ങനെ ഒരു സൗഭാഗ്യമൊക്കെ ഉണ്ടാകുമോ? ഉണ്ടാകണം. നമ്മൾ ശ്രമിക്കണം. നിന്നെ പോലൊരു സുന്ദരിയുടെ ദേഹത്ത് അടി വീണപ്പോൾ ഇത്രയും പണം കിട്ടിയെങ്കിൽ
കുറച്ചുകൂടി ചെറുപ്പമുള്ളൊരു പെണ്ണിനെ കൊണ്ടുവന്നാലോ? ഇരട്ടി കിട്ടും. ആലോചിച്ച് നോക്ക്. പറഞ്ഞത് ശരിയാണല്ലോ. ഇതിപ്പോ സുരക്ഷിതമായൊരിടമാണ്. നമുക്കും നല്ല പണമുണ്ടാക്കണം. എടി ഭൈരവി, വാടി. എടി പുന്നാരെ, മുത്തേ, നമ്മുടെ മകളെ കൂടി നമുക്ക് കളത്തിലിറക്കിയാലോടി ഭൈരവി? വേണ്ട മച്ചാനെ, അത് മാത്രം വേണ്ട. അവളെ വളർത്താനാണ് നമ്മളീ കഷ്ടപ്പെടുന്നത്. ഞാൻ സമ്മതിക്കില്ല. അവൾ എന്റെയും കൂടി മകളാണ്. എന്തു വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അവൾ അക്ഷരം പഠിച്ചവളാണ്. അവൾക്ക് വേറെ നല്ല ജോലി കിട്ടും മച്ചാനെ. ബുദ്ധിയുള്ള കുട്ടിയല്ലേ? ഇത് നമ്മുടെ കുലത്തൊഴിലാണ്. അവളും ഇത് തന്നെ ചെയ്യണം. ഇല്ല മച്ചാനെ, ജീവൻ പോയാലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ അനുഭവിച്ച ദുരിതങ്ങളൊന്നും എന്റെ മകൾ അനുഭവിക്കരുത്. മിണ്ടരുത്. അത് ഞാൻ തീരുമാനിക്കും. എന്റെ വാക്കനുസരിക്കേണ്ടവൾ മാത്രമാണ് നീ. അവളെ ഉപദ്രവിക്കരുത്. നിയമവും ഇവൾ എന്റെ ഭാര്യയാണ്. എനിക്കധികാരമുള്ളവൾ. ആണും പെണ്ണും അടിമയും ഉടമയുമല്ല, ഒപ്പം നിൽക്കേണ്ടവരാണ്. അവളുടെ അഭിപ്രായങ്ങൾക്കും വില കൊടുക്കൂ. അവളുടെ അഭിപ്രായങ്ങൾക്കും വില കൊടുക്കൂ. അവളുടെ അഭിപ്രായങ്ങൾക്കും വില കൊടുക്കൂ. വേലിക്കപ്പുറത്തുള്ള നിങ്ങൾക്ക് ഇവിടെ എന്ത് കാര്യം? ഇവിടെ ഒരു കച്ചവടം നടക്കുകയാണ്. രാജ്യത്തിന്റെ നന്മയ്ക്ക് കപ്പം കിട്ടുന്ന കച്ചവടം. നിങ്ങൾ ദേശദ്രോഹികളാകരുത്. കൽത്തുറങ്കിൽ അടയ്ക്കണ്ടെങ്കിൽ പോകാൻ. ഇവിടെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കരുത്. പുറത്തുള്ളവർക്ക് ശബ്ദമുണ്ടാക്കാനുള്ള അവസരവും ഉണ്ടാകരുത്. ഇനി നിങ്ങൾക്ക് അഭ്യാസങ്ങൾ വല്ലതുമുണ്ടോ? ഉണ്ട്. സാഹസികമായ ആചാരം. ആയിക്കോട്ടെ. അഭ്യാസം കഴിഞ്ഞ് പണവും തന്ന് വേഗം മടങ്ങിക്കൊള്ളണം. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർത്തുകൊള്ളണം. ശബ്ദമുണ്ടാക്കരുത്. അതായത് അഭ്യാസത്തിൽ വീഴ്ച വന്നാലും നിലവിളികൾ ഉയരരുത്. പ്രത്യേകിച്ചും പെണ്ണിന്റേത്. അത് കച്ചവടത്തിന്റെ ശ്രദ്ധ മാറ്റും. സാഹസിക അഭ്യാസ പ്രകടനം. ഒരു സുന്ദരി പെണ്ണിന്റെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കുന്ന മാന്ത്രിക പ്രകടനം. ആളുകളൊക്കെ ഒഴിഞ്ഞു പോയല്ലോ മച്ചാനെ. ഇനി ഇവിടെ ഒരു പ്രകടനം വേണോ? നീ തയ്യാറായിക്കോ. ആളുകളൊക്കെയുണ്ട്. അവർ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഈ പുറംതിരിഞ്ഞു നിൽപ്പ് എനിക്കൊരു സുരക്ഷിതത്വമാണ്. പുറംതിരിഞ്ഞു നിൽക്കുന്നവർ കാര്യമറിയാതെ കൈയടിക്കും. അവർക്ക് അന്വേഷണങ്ങളില്ല, പ്രതിഷേധങ്ങളില്ല. അപ്പോ തുടങ്ങാം. കത്തി കുത്തിയിറക്കുന്ന മായാജാലം. കൈയടിക്ക്. എന്റെ മോഹങ്ങൾക്ക് വേണ്ടി ഒരു മാന്ത്രിക വിദ്യയുടെ മറവിൽ നിന്നെ അവസാനിപ്പിക്കേണ്ടി വന്നത് അനുകൂലമായൊരു സാഹചര്യമുണ്ടായതുകൊണ്ട് മാത്രമാണ്. അഭ്യാസങ്ങൾ അതെനിക്കിനിയും അറിയാം. നീ തീർന്നു പോയെങ്കിലും എനിക്ക് നിലനിൽക്കണം. അതും
ഒരഭ്യാസമാണ്. ഒരു കളിയെ മൊത്തം വേലയെടുക്കുമ്പോ വീഴ്ച പറ്റി എന്റെ പെണ്ണ് പോയേ. കയ്യമൊത്തം വീഴ്ച. തിരിഞ്ഞു നിൽക്കുന്നവർ വീണ്ടും കൈയടിക്കുന്നു. രക്ഷ രക്ഷ. നമ്മുടെ കയ്യടികളോട് കൂടിയാണ് തൊഴിലിടത്തിൽ ഒരു പെണ്ണില്ലാതായത്. പുറംതിരിഞ്ഞു നിന്നതുകൊണ്ടാണ് അവൾക്ക് നീതി നിഷേധിക്കപ്പെട്ടത്. അരുതെന്ന് പറയാൻ ആളില്ലെങ്കിൽ ആസ്വദിക്കാൻ ഒരുപാട് പേരുണ്ടാകും, പ്രത്യേകിച്ച് പെൺ തൊഴിലിടങ്ങളിൽ. മക്കളെയും കുടുംബത്തെയും കുറിച്ചുള്ള ആശങ്കയിൽ അസ്വസ്ഥപ്പെടുന്ന പെണ്ണിനെ ഒരു സർക്കസുകാരന്റെ മെയ്വഴക്കത്തിലും ഇന്ദ്രജാലക്കാരന്റെ കൗശലത്തിലും ഞെരുക്കി ഞെരുക്കി കൊല്ലുന്നു. ശബ്ദിക്കാൻ അനുവദിക്കാതെ ചിരിച്ചുകൊണ്ട് കഴുത്തിൽ കത്തി കുത്തിയിറക്കുന്നു. പ്രകൃതിയിലെ സകല ജീവജാലങ്ങളിലും മക്കളോടുള്ള കരുതലും വാത്സല്യവും അമ്മയിൽ അർപ്പിതമാണ്. ഏതിരവിലും പകലിലും അവൾ അതിൽ ജാഗ്രതപ്പെട്ടിരിക്കും. അത് പെണ്ണിന്റെ അവകാശമാണ്. അത് ചൂഷണം ചെയ്യരുത്. അവൻ വരുന്നു, പഴയ സർക്കസുകാരൻ പുതിയ ഇരയുമായി വരുന്നു. ഞാൻ വിത്തുപാകി അവൻ വളർത്തിയെടുത്ത മോഹം നടപ്പിലാക്കാൻ അവന്റെ മകളുമായി വരുന്നു. ഇനി പുതിയ വേഷം, പുതിയ കച്ചവടം. ഇവൾ എന്റെ മകൾ സൈറ, ചെറുപ്പം, ചുറുചുറുക്കുള്ളവൾ. മോളെ, നിന്റെ അമ്മ പിടഞ്ഞു വീണ് മരിച്ച മണ്ണാണിത്. അവൾ ബാക്കി വച്ചത് നീ ഇവിടെ നിന്ന് തുടങ്ങണം. നമുക്ക് ജീവിക്കണം. ഈ ചാട്ടവാർ ചുഴറ്റിയടിക്കണം. അച്ഛൻ ചെയ്ത ജോലി, അമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ച ജോലി ഇനി നീ തുടരണം. മറ്റുള്ളവരെ ആനന്ദിപ്പിക്കാൻ സ്വയം പീഡനം സഹിക്കുന്ന അപരിഷ്കൃത ജോലി ഞാൻ ചെയ്യില്ല. ചുവട് വച്ച് ചാട്ടയടിക്കടി. എന്റെ അമ്മയ്ക്ക് സംഭവിച്ചതുപോലെ എനിക്കും എന്നെ പോലുള്ള പെൺകുട്ടികൾക്കും സംഭവിക്കാൻ പാടില്ല. വേണ്ട, ഒരു പെണ്ണിന്റെ ശബ്ദവും അതിന്റെ പ്രതിധ്വനിയും ഉണ്ടാക്കാൻ ഇടവരുത്തണ്ട. ഒറ്റപ്പെടുമ്പോൾ, നന്നായി വിശക്കുമ്പോൾ അവൾ ഇതിലേക്കു തന്നെ വരും. അതും ഒരു കച്ചവട തന്ത്രമാണ്. വാ മോളെ സൈറ, ദുഷ്ടന്മാരാണെങ്കിലും അവർ പറയുന്നത് അനുസരിക്കുന്നതാണ് നിന്റെ നിലനിൽപ്പിന് നല്ലത്. ദുഷ്ടതകൾ ഏറ്റുവാങ്ങാനുള്ള പുറംപോക്കാണ് പെണ്ണിന്റെ മനസ്സും ശരീരവുമെന്ന് നിങ്ങളെ ആര് പഠിപ്പിച്ചു? മോളെ, പെണ്ണാകുമ്പോൾ കുറെയൊക്കെ സഹിച്ചേ മതിയാകൂ. എന്തിന്? എന്റെ അമ്മ സഹിച്ചു, ഇനി ഞാൻ സഹിക്കണം. പിന്നെ എന്റെ മകൾ. മറ്റുള്ളവരുടെ പ്രതികാരത്തിന്റെയും ദേഷ്യത്തിന്റെയും ആർത്തിയുടെയും ക്രൂരതകൾ പെണ്ണു മാത്രം എന്തിന് സഹനമായി മരണമായി ഏറ്റുവാങ്ങുന്നത്? മോളെ, ഇണയും തുണയുമില്ലാതെ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അക്രമികളുടെ വിളയാട്ടമുള്ള നാടാണിത്. നീയും ഒരു പെണ്ണാണ്. ഓഹോ, അക്രമികൾക്ക് വേണ്ടി പെണ്ണ് അടിമപ്പെടണമല്ലേ? ഇപ്പറഞ്ഞ നാവുകൊണ്ട് ആ അക്രമികളെ അടിച്ചമർത്താൻ ഒരേ ശബ്ദത്തിൽ നിങ്ങൾ ഉറക്കെ പറയാത്തത് എന്തുകൊണ്ട്? മോളെ, പെണ്ണ് സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം ഭയപ്പെടുത്തുന്ന ഉപദേശങ്ങളുണ്ട്, അടിമപ്പെടുത്തുന്ന താളവും താരാട്ടുമുണ്ട്. ജാതീയതയുടെ വേലിക്കെട്ടുകൾക്കുള്ളിൽ വംശീയതയുടെ മതിലുകൾക്കിടയിൽ അമ്മമാരും അനുജത്തിമാരും മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. ഒടുങ്ങാത്ത ദുരിതങ്ങളിൽ ഉരുകി ഉരുകി തീരുന്നുണ്ട്. ഗജവീരന്മാർ മെരുങ്ങിയതുപോലെ ചങ്ങലകൾ അവർക്ക് ശീലമായിരിക്കുന്നു. വാക്കുകളിൽ ഭയവും സമ്മർദ്ദവും നിഴലിക്കുന്നു. മകൾക്ക് വേണ്ടി വാദിച്ചതിന്റെ പേരിലാണ് ഇവിടെ ഈ മണ്ണിൽ എന്റെ അമ്മയ്ക്ക് ജീവൻ ബലി നൽകേണ്ടി വന്നത്.
പൊരുതി മരിച്ച ഒരുവൾക്കും രക്തസാക്ഷി എന്ന് പേര് കിട്ടിയിട്ടില്ല. കനലു കത്തുന്ന പെണ്ണിന്റെ ശവകുടീരങ്ങളിൽ നിന്നൊന്നും മറ്റൊരു പെണ്ണ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എനിക്ക് അങ്ങനെയാകാൻ കഴിയില്ല. ആ ചാട്ടവാർ നിന്റെ നാവാക്കുക, ശബ്ദവും പ്രതിരോധവുമായി ചുഴറ്റുക. വിവേചനത്തിന്റെ മതിലുകൾ തീർക്കുന്നത് പെണ്ണിനെ കൽക്കയിൽ ഒതുക്കാനാണെന്ന ബോധത്തോടെ സ്വാതന്ത്ര്യം സൃഷ്ടിക്കുക. ആട്ടം തുടങ്ങിയ മിടുക്കി മിടുമിടുക്കി മാന്യവர்களே, എല്ലാവരും വാ, എല്ലാവരും വാ. എന്റെ സുന്ദരി കുട്ടിയുടെ സർക്കസ് മായാജാലം. എല്ലാവരും വാ, എല്ലാവരും വാ. പെണ്ണിനെ നേരെ ഒളിഞ്ഞിരുന്ന് കല്ലെറിയുന്ന നീചത്വത്തിൽ നിന്ന് നേർക്ക് നേർവാ. സമ്മതിക്ക്, അതല്ലേ ഉത്തമ മനുഷ്യ സംസ്കാരം. പെണ്ണായി പിറന്നവളെ, നിന്നിൽ അവസാനിക്കാൻ പോകുന്ന ശ്വാസത്തെ ഇടിമുഴക്കമാക്കൂ. നീ ഉണർന്നെഴുന്നേൽക്കൂ. അതിക്രമിച്ചു കയറി നശിപ്പിക്കുന്ന കുടിലുകളെ ചെറുക്കാൻ നീ ജീവൻ വെടിയാതിരിക്കൂ. പിഞ്ചു ബാലികമാരുടെ മാംസം വലിച്ചു കീറി തിന്നുന്ന കഴുകന്മാരെ തളയ്ക്കാൻ നിലയ്ക്കാത്ത ശബ്ദമായി ഉണരൂ. ഒരു ആശ്രയത്തിനായി തെരുവുകളിൽ യാചിച്ചു നിൽക്കുന്ന അമ്മമാർക്കായി നിന്റെ ശരീരത്തെക്കാൾ വലുതായി നീ ഉണർന്നെഴുന്നേൽക്കൂ. അധമ സംസ്കാരങ്ങളോട് കലഹിക്കാൻ ആയുധമായി ഉണരൂ. വിലപേശുന്ന പെണ്ണിന്റെ മാനത്തിനായി എഴുന്നേൽക്കൂ, ഉണരൂ. ഉയർത്തെഴുന്നേൽപ്പും നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം, അല്ലേ സൈറ? ഒപ്പം ആരുണ്ടെങ്കിലും തളർന്നുപോയവൾക്ക് നമ്മൾ തന്നെ ഊർജം കൊടുക്കണം, അല്ലേ സൈറ? വിവേചനത്തിന്റെ വേലിക്കെട്ടുകൾ പൊളിച്ച് വീണുപോയവളുടെ രണസ്മാരകം തീർത്തിരിക്കുന്നു. ചോര ചിന്തി മരിച്ചവളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇനി ഞങ്ങൾ വിലപിക്കുന്ന ശരീരങ്ങൾ മാത്രമല്ല, ശബ്ദങ്ങളുമാണ്. ഉറക്കെയുള്ള ശബ്ദങ്ങൾ. തുല്യത അതിന് വാക്കല്ല, പ്രവൃത്തിയാണ്, സംസ്കാരമാണ്. ഒപ്പമുണ്ടാകണം.